നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതൊരു മനുഷ്യൻ്റെയും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പാർപ്പിടം. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ വീടുകൾ വെക്കാൻ വലിയ ചിലവേറിയ കാര്യമാണ്. ഏത് ചെറിയ വീട് വെക്കണമെങ്കിൽ പോലും വലിയ രൂപത്തിലുള്ള പണം നമുക്കതിന് അത്യാവശ്യമാണ്. ഇതിന് സർക്കാരുകളുടെ സഹായം ലഭിക്കാറുണ്ട്. കേരള സർക്കാരിൻ്റെ സഹായമായിരുന്നു ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുക എന്നുള്ളത്. പല കൂട്ടുകാർക്കും ആ വീടുകൾ ലഭിക്കാറുണ്ട്. എന്നാൽ അതിന് ലൈഫിൽ അപേക്ഷിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയങ്ങളിൽ അപേക്ഷിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും പിന്നീട് വീടുകൾ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വരുന്നൊരു പദ്ധതിയാണ് PMJY, പ്രധാനമന്ത്രി ആവാസ് യോജന. ഇത് പ്രകാരം 4 ലക്ഷം രൂപ വരെ ഓരോ കുടുംബങ്ങൾക്ക് വീടുകൾ ലഭിക്കും. സൗജന്യമായി ആയിരിക്കും ലഭിക്കുക. പണം തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ചെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, പെൻഷൻ അറിയിപ്പുകൾ മുതലായ കാര്യങ്ങളായിരിക്കും വീഡിയോസിൽ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സർവീസുകളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പഞ്ചായത്തുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് 4 ലക്ഷം രൂപ വരെയാണ് ധനസഹായം ലഭിക്കുക. നമ്മൾ അപേക്ഷിക്കേണ്ടത് അത് ഓൺലൈൻ വഴിയായിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ നിന്നും നമ്മൾ അതിന് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹൗസിംഗ് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു 6 മാസം കൊണ്ട് തന്നെ അത് അപ്രൂവൽ ആവുകയും തുടർന്ന് അവരെ വീട് പണിയുടെ ഓരോ സ്റ്റേജിലും അവർക്ക് അതിൻ്റെ എമൗണ്ടുകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഓൺലൈൻ വഴിയായിട്ടായിരിക്കും അപേക്ഷിക്കേണ്ടത്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴിയാണ് അത് അപേക്ഷിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ നമുക്കതിന് അപേക്ഷിക്കാൻ സാധിക്കും. 640 സ്ക്വയർ ഫീറ്റാണ് അതിനുള്ള വീടുകൾ സർക്കാർ ഇപ്പോൾ നൽകുന്നത്. വളരെ കുറഞ്ഞ രൂപത്തിലുള്ള പ്രൊസീജിയർ മാത്രമാണ് അതിനുള്ളത്. ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി രസീറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് പോലത്തെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അതിന് അപേക്ഷിക്കാൻ വേണ്ടത്. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ചെയ്യുന്നുണ്ട്. അവർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ബാങ്കിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ബാങ്കിൽ നിന്നും ഈ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. അല്ല, ലോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അത് അറിയുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കുന്നതിന് മുമ്പായി ആധാർ കാർഡ് വരെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യുക. എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.